അഡ്വക്കേറ്റ് വസന്ത്, താങ്കൾ ഇത് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തിരുവാഭരണ ഘോഷയാത്ര, അദ്ദേഹത്തിന് അതിൽ സംശയമുണ്ട്. ഇപ്പോൾ തങ്കയങ്കി ഘോഷയാത്രയാണെന്ന് പറയുന്നു. തങ്കയങ്കി ഘോഷയാത്രയൊക്കെ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നതാണ്. അതൊക്കെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്, വളരെ പവിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആരെങ്കിലും അത് പരാമർശിക്കുന്നതായിട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആടയാഭരണങ്ങളുമായി ശബരിമലയിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾവിക്കപ്പുറമാണ്. ഇനി അങ്ങനെ ഉണ്ടായെന്ന് തന്നെ ഇരിക്കട്ടെ. ശ്രീ അനിൽ നമ്പ്യാർ, എന്താണ് പ്രശ്നം? അങ്ങനെ ഉണ്ടായി. ഞാൻ പറയുന്നത്, ഒരു പിലിഗ്രിം ടൂറിസം എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഭാഗമാണ്. അത് ഇപ്പോ ഫാത്തിമ മാതാ ചർച്ച്, മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പിലിഗ്രിം ടൂറിസമായാണ് ആ രാജ്യം തന്നെ അതിനെ കാണുന്നത്. റോം ഒരു പിലിഗ്രിം ടൂറിസത്തിന്റെ ഭാഗമാണ്. ജെറൂസലേം, അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇപ്പൊ മധുര ക്ഷേത്രം ഒരു പിലിഗ്രിം ടൂറിസമാണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് അറിയാമോ ശ്രീ എം ജെ? അങ്ങ് പറയുന്നത് പോലെ ശബരിമലയും പിലിഗ്രിം ടൂറിസത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ആ ക്ഷേത്രത്തെ കൊണ്ടുവരുവാനും അവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനും എല്ലാ സർക്കാരുകൾക്കും സാധിക്കൂ, വെദർ ഇറ്റ് ഈസ് BJP ഓർ CPM ഓർ കോൺഗ്രസ്. പക്ഷേ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഈ സംസ്ഥാനത്തിനുള്ളിൽ എവിടെയെങ്കിലും എന്നാണ് അനിൽ നമ്പ്യാർ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ എം ജിയോട് ചോദിക്കുന്നത്, ഈ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പിലിഗ്രിം ടൂറിസത്തിന്റെ ഭാഗമായി ഇതാ ഡയമണ്ട് ഗാർഡ്, ഗോൾഡ് ഗാർഡ്, ഫ്രോൺസ് ഗാർഡ്, ആ കാർഡ്, ഈ കാർഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ടോ? എന്താ ചെയ്യുന്നത്? നമ്മൾ ആ പിലിഗ്രിമിനെ മാക്സിമം മാർക്കറ്റൈസ് ചെയ്യും, PR എക്സസൈസ് ചെയ്യും. അത് നല്ല രീതിയിലാണ്. അതിന് വിശ്വാസപരമായി യാതൊരു ഒരു പ്രശ്നമില്ല. കാര്യം അത് വിശ്വാസം പ്രചരിപ്പിക്കുക എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ പ്രചരിപ്പിച്ച് അവിടേക്ക് ഭക്തന്മാർ എത്തും. ഇപ്പൊ അറിയാത്ത ഒരാൾ, ഇപ്പൊ ശ്രീ അനിൽ നമ്പ്യാർ ശബരിമല ക്ഷേത്രത്തെ പറ്റി അറിയാത്ത ആളാണെന്ന് ഇരിക്കട്ടെ, ഈ PR എക്സസൈസിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ പ്രചരണത്തിന്റെ ഭാഗമായി അങ്ങ് അവിടേക്ക് എത്തുന്നു. അങ്ങ് അവിടെ എത്തിയ ശേഷം അങ്ങ് എന്ത് ചെയ്യുന്നു? അങ്ങയുടെ സ്വമേധയായുള്ള താല്പര്യത്താൽ ഒരു പണം ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നു, അയ്യപ്പന് കാഴ്ചയായി നൽകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ നേർച്ച കാഴ്ചകളിൽ അങ്ങ് പങ്കെടുക്കുന്നു. അതിന് ദേവസ്വം ഒരു പൈസ ഫിക്സ് ചെയ്യും. അത് അങ്ങ് ഫോഴ്സ് ചെയ്യപ്പെടുകയല്ല. അല്ലെങ്കിൽ അങ്ങയോട് അങ്ങേക്ക് പകരമായി ഒരു കാർഡ് തരാമെന്നല്ല പറയുന്നത്, അയ്യപ്പന്റെ കടാക്ഷമാണ് കിട്ടുന്നത്, അല്ലാതെ കാർഡല്ല, സർക്കാർ അടിച്ചു കൊടുക്കുന്ന കാർഡല്ല കിട്ടുക. അങ്ങനെ സർക്കാർ ഡയമണ്ട് കാർഡ്, ഗോൾഡ് കാർഡ്, ഫ്രോൺസ് കാർഡ്, ആ കാർഡ്, ഈ കാർഡ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കുന്ന ഒരു പിലിഗ്രിം ടൂറിസം. വസന്ത്, ഒരു കാര്യം കൂടി, അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ട്, സോപാനത്തിൽ പോലും ഭക്തർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കരുത് എന്ന്. അധിക നേരം ആരെയും അവിടെ നിർത്തരുത്. VVIPകൾക്ക് പോലും സോപാനത്ത് അധിക സമയം നിൽക്കാനുള്ള അനുമതി നൽകുന്നില്ല. ഹൈക്കോടതി കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി അങ്ങനെയുള്ള പ്രത്യേക സന്ദർശനങ്ങൾ, പ്രത്യേക ദർശനങ്ങൾ വിലക്കിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഈ പ്ലാറ്റിനം കാർഡും അതുപോലെ ഡയമണ്ട് കാർഡും ഒക്കെ വരുന്നത്? ആരെങ്കിലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ എടുത്ത് തോട്ടിലെറിയും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. മാത്രമല്ല ശ്രീ അനിൽ നമ്പ്യാർ, നേരത്തെ BJP പ്രതിനിധി സിന്ധുമോൾ ചോദിച്ചത്, നിങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്നവരാണല്ലോ എന്നാണ്. അത് മാറ്റി നിർത്തിയേക്കൂ. എല്ലാ ദൈവങ്ങളും, ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, എല്ലാ ദൈവങ്ങളും ഇക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെല്ലാവരും, ഇപ്പം ക്രിസ്തു ആവട്ടെ, അല്ലെങ്കിൽ നബി ആവട്ടെ, അല്ലെങ്കിൽ അയ്യപ്പനാവട്ടെ, ശിവനാവട്ടെ, ഇവരെല്ലാം നമ്മളെല്ലാം ഒന്നായി കാണുന്നു എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്ലാറ്റിനം കാർഡുമായിട്ട് ചെല്ലുന്നവർ അരമണിക്കൂർ കൂടുതൽ അവിടെ നിന്നാൽ, അയ്യപ്പൻ ഇത് കാർഡ് എടുത്ത് നോക്കിയിട്ട് ഇത് പിണറായി വിജയൻ കൊടുത്തു വിട്ടേക്കുന്ന കാർഡാണ്, അവർ അരമണിക്കൂർ കൂടുതൽ അനുഗ്രഹം അവർക്ക് കൊടുത്തേക്കാം, അരവണ പായസത്തിൽ കുറച്ചുകൂടി ശർക്കര കൂടുതൽ ഇട്ടേക്കൂ എന്ന് അവിടേക്ക് അയ്യപ്പൻ നിർദ്ദേശം കൊടുക്കും എന്നാണോ ഈ മണ്ടന്മാർ, ഈ ബോഷ്ക്ക് വിശ്വാസികൾ, ഈ മടയന്മാർ, വിവരമില്ലാത്തവന്മാർ, ഉളുപ്പില്ലാത്തവന്മാർ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇവരെന്ത് ഇക്വാലിറ്റി അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട, ഇപ്പൊ നേരത്തെ MJ പറഞ്ഞു, ഞാൻ MJയുടെ സീനിയോറിറ്റി ഒന്നും ചെറുതായി കാണുന്നില്ല. നേരത്തെ MJ പറഞ്ഞ എന്താണ്, ഇത് ശബരിമല ക്ഷേത്രവുമായി നിങ്ങൾ കൂട്ടി നടക്കണ്ട, ഇത് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമമാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ MJ, പമ്പയിൽ നിങ്ങളുടെ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ മീറ്റിംഗ് അല്ല, നിങ്ങളുടെ ഓഫീസിലേക്ക് ജാഥ നടത്തുന്നവരുടെ പരിപാടിയല്ല, പിണറായി വിജയൻ അഭിവാദ്യം അർപ്പിക്കാൻ വരുന്നതിന്റെ പരിപാടിയല്ല. അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ വിശ്വാസങ്ങളും ബഹുമാനിച്ചു കൊണ്ട് പറയാണ്, ശ്രീ അയ്യപ്പനുമായി ബന്ധപ്പെട്ട്, ശ്രീ ശാസ്താവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ കോണിൽ എവിടെയെങ്കിലും ഒരു പരിപാടി നടന്നാൽ,
1+1 രണ്ടുപേർ ചേർന്ന് നിന്നാൽ അത് ശബരിമല എന്ന് പറയുന്ന ആ പുണ്യപൂങ്കാവനത്തിന്റെ തേജസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അല്ലാതെ ഒരിടത്തും ആർക്കും ചേർന്ന് നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ AKG സെന്ററിൽ നാളെ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയാലും അതിന്റെ മൂല കാരണം, അതിന്റെ ബേസിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ പുണ്യപൂങ്കാവനവും അവിടെയുള്ള ശാസ്താവുമാണ്. ആ ശാസ്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇതേ പമ്പയിലാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാകുമോ? ഇനി ബേസിക് അമ്യൂണിറ്റികൾ കൊടുക്കണ്ടേ? എരുമേലിയിൽ ഞാൻ പറഞ്ഞില്ല, എന്റെ നാട്ടിൽ നിന്ന് 10 കിലോമീറ്റർ 12 കിലോമീറ്റർ അപ്പുറത്താണ് ഈ എരുമേലി. ഈ എരുമേലിയിൽ 2 ബസ് ഒരുമിച്ച് പോയാൽ ബ്ലോക്ക് ഉണ്ടാവും. 2 ബസ് ഒരുമിച്ച് പോയാൽ മതി, അവിടെ ബ്ലോക്ക് ഉണ്ടാവും. എന്ത് ബേസിക് അമ്യൂണിറ്റിയാണ് നിങ്ങൾ ഇത്രയും കാലത്തിനുള്ളിൽ അവിടെ ഉണ്ടാക്കി വെച്ചത്? എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇനി ഈ കാർഡ് ആർക്കൊക്കെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക? 3 കോടി 4 കോടി ഉള്ളവർക്കാണ്. അവരെങ്ങനെ പർച്ചേസ് ചെയ്യണം? സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വന്ന് താണ് വീണ് കുമ്പിട്ട് ആരാധിക്കണോ, അതോ നിങ്ങളുടെ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെ കടന്നു പോകണോ? ഇപ്പോൾ ഇവർ പറയുന്നത് ശ്രീ അനിൽ നമ്പ്യാർ അയ്യപ്പനെ കാണണമെങ്കിൽ, ശ്രീ ശബരിമല ശാസ്താവിനെ വണങ്ങണമെങ്കിൽ ഏറ്റവും ആദ്യം പിണറായി വിജയനെ വണങ്ങണം. സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി വണങ്ങി കാർഡ് വന്ദിച്ചു കുമ്പിട്ട് അവിടെ നിന്ന് കാർഡ് മേടിച്ചിട്ട് വേണം അയ്യപ്പന്റെ അടുത്തേക്ക് ചെല്ലാൻ എന്നാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ഈ കാർഡ് മേടിക്കാൻ പറ്റാത്ത, ചെരുപ്പിടാതെ കിലോമീറ്ററുകളോളം ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് നടന്നു പോകുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തരുണ്ട്. അവരുടെ ഇടയിലേക്കായിരിക്കും 4 കോടിയും 5 കോടിയും മേടിച്ച് BMW-യിലും ബെൻസയിലും വന്നവൻ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തി പോലീസ് പ്രൊട്ടക്ഷൻ അയ്യപ്പനെ കാണാൻ പോകുന്നത്. അയ്യപ്പനവരെ കാണില്ല, അവർ അയ്യപ്പനെ കാണുമായിരിക്കും. അയ്യപ്പനവരെ കാണില്ല എന്നതിൽ എനിക്ക് സംശയമൊന്നും. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്, പക്ഷേ അങ്ങേക്ക് അറിയാമല്ലോ. പക്ഷേ എത്രയോ കാലങ്ങളെ, എന്റെ ചെറുപ്പകാലം തൊട്ട് ഈ 30-40 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ശാസ്താവിനെ കാണാൻ വരുന്ന ഭക്തന്മാരെ ഞാൻ കാണുന്നതാണ്. ആ ഭക്തന്മാർക്ക് ഭാഷ വിഷയമല്ല, അവർക്ക് ദേശാനന്തര പ്രശ്നങ്ങൾ വിഷയമല്ല, അവർക്ക് ഇവരുടെ പോലീസ് ബൂട്ടും ലാത്തിച്ചാർജും പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് മുമ്പിലേക്ക് കോടികൾ, ഇതാണ് അയ്യപ്പനെ കാണാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞു വെച്ചാൽ അത് അവർക്ക് പ്രശ്നമാകും. സാധാരണക്കാരാണ് കോടികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവർ അല്ലേ? അതെ, അങ്ങനെ പറയുന്നത്. യെസ്, CPM കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്നായി മാറിയിട്ടുണ്ട് അനിൽ നമ്പ്യാർ. അതിന്റെ ഭാഗമാണ് ഇത്. ഇതൊരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കുക എന്നതാണ് ഇവരുടെ അജണ്ട. മാത്രമല്ല അവിടെ എരുമേലിയിൽ ഒരു വിമാനത്താവളം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. വിമാനത്താവളം കൊണ്ടുവരിക, ഏകദേശം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം അത് പൂർത്തിയായിട്ടുണ്ട്, ക്ലിയറൻസ് ഒക്കെ കിട്ടിത്തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് വിമാനത്താവളം ഉണ്ടാക്കുക. വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ അവിടേക്ക് എത്തിക്കാം. അത് ആഭ്യന്തര വിനോദസഞ്ചാരികളല്ല, വിദേശ വിനോദസഞ്ചാരികളെ എത്തിക്കുക. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണേണ്ട, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആഗോള നിക്ഷേപക സംഗമം ആണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ മാർക്കറ്റിംഗ് എന്ന് തുറന്നു പറഞ്ഞു. അയ്യപ്പനെ മാർക്കറ്റ് ചെയ്യുക, അയ്യപ്പനെ വിൽക്കുക, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവരുടെ അജണ്ട എന്ന് പ്രകടമാണ്. യെസ്.